റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മുടെ അതിഥി ജിംനി ഓൾ ഗ്രിപ്പ് 4x4. ഓക്കെ, സോ നമ്മുടെ ഇന്നിരിക്കുന്നത് സുസുക്കിയുടെ ഒരു ഓഫ് റോഡർ ആണല്ലേ, ഓഫ് റോഡർ ജിംനി. നമ്മുടെ ഇന്ത്യൻസ് എല്ലാവരും വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു വണ്ടിയായിരുന്നു. കുറെ കാലം വെയിറ്റ് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ പണ്ട് ജിപ്സി വന്നപ്പോ അത് ഉണ്ടാക്കിയ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. എന്നുവെച്ചാൽ ജിപ്സി ആ ഒരു പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് എവിടെയൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര കേപ്പബിൾ കാർ ഉണ്ടായിരുന്നല്ലേ ജിംനി. പിന്നെ ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു ഓഫ് റോഡറും ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയും ജിപ്സിനെയും ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒരു ഡിസൈൻ ആർക്കിടെക്ചറൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഫോംസ് കിട്ടിയിട്ടുണ്ട്. 2 ഡോർ വന്നിട്ടുണ്ട്, 3 ഡോർ വന്നിട്ടുണ്ട്, 5 ഡോർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ കൺവേർട്ടിബിൾ ഉണ്ട്, വാൻ ഉണ്ട്, വാഗൺ ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ ജിംനി UK നേരത്തെ ഇറങ്ങിയിരുന്നു. നമ്മുടെ ഇവിടെയാണ് ലേറ്റ് ആയത് ഇന്ത്യയിൽ. 1970s ആ ടൈമിലാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. അല്ല, ഈ ലുക്കിലുള്ളത് 2020 തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയത് 23 ഇത് പക്കാ ഓഫ് റോഡർ കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടി. ഈ വണ്ടി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ചെറുതല്ലേ, ഇതിന് എന്താ ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതിന്റെ കേപ്പബിലിറ്റി വേറെ ലെവലാണ്. ഈ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് അവർ വണ്ടിക്ക് എന്ത് കേപ്പബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ ഫ്രണ്ട് ലുക്കും നല്ല രസമുണ്ടല്ലേ. ഒരു 7 ലിറ്റർ പോയിട്ടുണ്ട്, 6 ലിറ്റർ, 5 ലിറ്റർ, 5 ലിറ്റർ പോയിട്ടുണ്ട്. ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ LED സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓഫ് റോഡർ ലുക്ക് കൊണ്ടുവരാൻ എനിക്ക് ഇൻഡിക്കേറ്ററിന്റെ പ്ലേസ്മെന്റ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയാം, താറിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഹെഡ്ലൈറ്റ് വാഷേഴ്സ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഈ സ്ലഷിലൊക്കെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചളിയാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ സുഖമാണല്ലോ. അതിന്റെ പ്രോപ്പർ പേർപ്പസ് മനസ്സിലാക്കി തന്നെ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹണികോംബ് ഗ്രില്ലാണ് പോയിരിക്കണല്ലേ. ഇതൊരു ഫൈബർ ആണല്ലേ, കുറച്ച് ഒരു തട്ടില് ചിലപ്പോ പൊളിയാൻ ചാൻസ്. ഈ ഒരു സിൽവർ പാർട്ട് കാണുമ്പോൾ മെറ്റലാന്ന് വിചാരിക്കും, പക്ഷെ അത് ഫൈബർ പാർട്ടാണ്. ഇത് കുറച്ച് ഫ്ലെംസിയാണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മള് താറ് റിവ്യൂ ചെയ്ത് മെറ്റൽ ബമ്പർ ആയിരുന്നു കൊടുത്തിരുന്നത്. അത് കയറ്റിയതാണ് ആഫ്റ്റർ മാർക്കറ്റ്. ഇതും വേണേ കയറ്റാൻ ഓപ്ഷൻസ് ഉണ്ട്, മോഡിഫിക്കേഷൻ ഓപ്ഷൻസ് കുറെ ഉണ്ട്. ഇത് G-Wagon ആക്കുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. Very elegant. Quite clear. There's just one problem. Where? Next door. ഫോഗ് ലാമ്പും ഉണ്ട്. ഓവറോൾ ഒരു നല്ലൊരു വീലാർച്ച് കൊടുത്തോണ്ടേ ഒരു ഓഫ് റോഡ് ലുക്ക് കൊണ്ടുവന്നുണ്ട് അവര്. സൈഡ് ക്ലാഡിങ്ങിന്റെ ഒരു ബൾജിനെസ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഷീൽഡ് ഭയങ്കര ചെറുതല്ലേ, പക്ഷെ വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഇല്ല. അത് അങ്ങനെ അവര് അത് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ലുക്കും ബാക്ക് ലുക്കിലോട്ടും പോവാം. ഓക്കെ, നമുക്ക് സൈഡ് ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി നല്ല കോമ്പാക്ട് സൈസാണ്. നല്ലൊരു കുട്ടി വണ്ടിയായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വലിയൊരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓഫ് റോഡ് ലുക്ക് കൊണ്ടുവരാൻ. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു ബ്ലാക്ക് ഫീലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ജിംനി എന്നുള്ളവർ ഈ പ്ലേറ്റ് ആക്സസറി ആയിട്ട് സുസുക്കി കൊടുക്കുന്നതാണ്. അത് എക്സ്ട്രാ വെച്ചതാണ്. ജിംനി എന്ന് എഴുതിയിരിക്കുന്നത് നല്ലൊരു രസമായിട്ട് കാണാൻ. പിന്നെ ടയർ സൈസ് പറയുകയാണെങ്കിൽ 195, 80, 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ സ്റ്റോക്ക് ടയേഴ്സാണ്. മിക്ക വരെ ഇതെടുത്തിട്ട് അപ്സൈസ് ചെയ്യും, 18 ഇഞ്ച് ടയേഴ്സ് ഇടും. എന്നിട്ട് ചങ്കി ടയേഴ്സൊക്കെ കയറ്റിയിട്ട് ഓഫ് റോഡർ ലുക്ക് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇടും. പിന്നെ പക്ക ഓഫ് റോഡർ ഗ്രിപ്പ് ടയേഴ്സും കൊടുക്കും. ഇത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് കാണാനും ആക്ച്വലി ഡയമെൻഷൻ വൈസും പക്കയാണ്. ഈ വണ്ടിക്ക് വേണ്ട ഡയമെൻഷനാണ് സ്റ്റോക്കിൽ കൊടുത്തിരിക്കുന്നത്. ടയറിന്റെ സൈസ്. സീറ്റയുടെ വീൽ ക്യാപ്പും ആക്ച്വലി ഒരു ഓഫ് റോഡർ ലുക്ക് ഒരു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭയങ്കര ബേസിക് ഒന്നും ആക്കിയിട്ടില്ല. അതും ഒരു ലുക്ക് ഉണ്ട്. പക്ഷെ അലോയ്സ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അലോയ്സിന്റെ ലുക്കിന്റെ അത്ര വരില്ല. പക്ഷെ ആ സീറ്റിക്ക് കൊടുത്തിരിക്കുന്ന വീൽ ക്യാപ്പും കാണാൻ നല്ല ഭംഗി, ഒരു ഓഫ് റോഡ് ലുക്ക് വേണം. പിന്നെ പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് സെൻസർ 2 സൈഡും കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററും അത്യാവശ്യം നല്ല സൈസാണ്, നല്ല വ്യൂ ഉണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. പിന്നെ ഓവറോൾ എനിക്ക് ഈ ഗ്ലാസ് ഏരിയയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹ്യൂജ് ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ അതിന്റെ ലെങ്ത് പറയണതിലാണ് ഒരു വലിയൊരു കാര്യം പറയേണ്ടത്. ലെങ്ത് പറയുമ്പോൾ ഇതിന് 3985 ആണ് ലെങ്ത് ഇൻ mm. പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, ഇത് i20നെയും ആൾട്രോസിനേക്കാളും ലെങ്ത്തും വിട്ടും കുറവാണ്. അത് കുറേ പേർക്ക് മനസ്സിലാവില്ല. ലൈക്ക് വണ്ടി കാണുമ്പോൾ നമുക്ക് വിഷ്വലി മനസ്സിലാവില്ല, പക്ഷെ ഇൻ പേപ്പർ നോക്കിയപ്പോൾ ഇത് ആക്ച്വലി ആൾട്രോസും i20 ഞാൻ 2 എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ആ 2 വണ്ടിയേക്കാളും ആക്ച്വലി സ്മോളറാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ അവർ കൊണ്ടുവന്നിട്ടില്ല. ആ സൈസും കൊണ്ട് നമുക്ക് അത്രയും സ്മോളാന്ന് തോന്നില്ല. ഓക്കെ, ഇതിൻ്റെ പെട്രോൾ ടാങ്ക് കൊടുത്തിരിക്കുന്നത് 40 liters ആണ്. ഓക്കെ, ഓവറോൾ നമുക്കിനി റെയർ ലുക്കിലോട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് ബാക്ക് ലുക്കിൻ്റെ റിവ്യൂയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു റെഗുലർ ബിറ്റ്സ്, നമ്മുടെ ഒരു ഓഫ് റോഡറിൽ അല്ലെങ്കിൽ ഏത് കാഴ്ചയിലും കാണുന്ന റെഗുലർ ബിറ്റ്സ്, വൈപ്പർ, ഡിഫോഗർ, വാഷർ ഫ്ലൂയിഡ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് എല്ലാം കൊടുത്ത് ഒരു നീറ്റ് ലേ ഔട്ടാണ്. ഹിഞ്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമാണ് പോപ്പ് ചെയ്ത് വരുന്നത് ഡോർ ഓപ്പണിംഗ്. ലൈറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഹാലജൻ യൂണിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ബൾബ്സ് ആണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഗ്രിപ്പിൻ്റെ ബാച്ചിങ് കൊടുത്തിട്ടുണ്ട്. 4-wheel ഡ്രൈവിന് അടയാളമാക്കിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെയർ ടയർ ബിനീത് ദ കാർ അല്ല കൊടുത്തിരിക്കുന്നത്, ബൂട്ട് സ്പേസിലല്ല കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് കുറയുന്നുള്ളൊരു കാര്യം കൊണ്ട് അത് പുറത്താണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സുസുക്കിയുടെ ഒരു ബോൾഡ് ലോഗോ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ക്യാം വന്നിട്ട് അണ്ടർനീത്ത് ദ നമ്പർ പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ കൊടുത്ത് സാധാരണ അത് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്, ലൈക്ക് ഓഫ് റോഡ് കാഴ്സൊക്കെ. പക്ഷെ അത് ഇവർ കൊടുത്തിട്ടില്ല, അവർ സിമ്പിൾ ലേഔട്ടിലാണ് കൊടുത്തത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഹൈഡ്രോളിക്കാണ്. നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ്ലി തുറന്നു വരും. 211 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെഗുലർ ബിറ്റ്സായ ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹുക്സ് ഹാൻഡിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചാർജിങ് പോർട്ട് 12 വോൾട്ടിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ബാക്കിൻ്റെ ഒരു റിവ്യൂ. ഓക്കെ, ഇന്റീരിയർ നല്ലൊരു ഫീൽ കൊടുത്തിട്ടുണ്ട് അവർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അനലോഗാണ്. ആ പഴയ ജിപ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനലോഗാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു എവല്യൂഷൻ ഫീൽ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് MIDയിൽ കാണിക്കും ഡോർ ഏതാ ഓപ്പൺ ചെയ്ത്, ഫ്യൂവലിൻ്റെ കൺസംഷൻ ഏത് ഗിയറിലാണ്, പിന്നെ ട്രിപ്പും പിന്നെ പെട്രോളിൻ്റെ ലെവലും കാണിക്കും. പിന്നെ അധികം ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. മെയിനായിട്ട് ആ മീറ്റർ നല്ലൊരു വിൻറ്റേജ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടച്ച് സ്ക്രീൻ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. കണക്റ്റിംഗ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ്സും വയർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ ഇത് കാണിക്കും, പിന്നെ ഡ്രൈവിംഗ് റേഞ്ച്, പിന്നെ ഇതിൽ സെൻസർ ഓൺ ആണെങ്കിൽ അത് ഇവിടെ അലേർട്ടായിട്ട് കാണിക്കും. പിന്നെ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് സ്പീക്കർ കുഴപ്പമില്ല, നല്ലൊരു നോർമൽ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ ഓഫ് റോഡ് ഗിയർ ഇവിടെ കാണാം. 2 ഹൈ 4 ഹൈ 4 ലോ ഗിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ലൈക്ക് പ്രസ് ചെയ്ത് ഇടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ്. പഴയ കൺവെൻഷൻ പണ്ടത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലെ ലോ ഗിയറും സെക്കൻഡ് ഗിയറിലും മാത്രം വണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ 2 റേഞ്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മിറർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പാസഞ്ചർ സൈഡ് ഇവിടെ, ഡ്രൈവർ സൈഡ് ഇവിടെയും. ഡ്രൈവർ സൈഡ് മാത്രം ഓട്ടോമാറ്റിക് ആണ്. ബാക്കിൽ മിറർ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആണ്. ലൈക്ക് ബാക്കിലത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടം വരെ കൈ എത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിലത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ചെറുതായിട്ടൊരു ഫോൺ മാത്രം വെക്കാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലവ് ബോക്സ് സ്മോൾ ആണ്, കുഴപ്പമില്ല. അവിടെ ബോട്ടിൽ ഹോൾഡർ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് മാത്രം വെക്കാൻ പറ്റും. പിന്നെ മിറർ ഡിമ്മിങ് ഇല്ല. ഇവിടെ നമുക്ക് ലൈറ്റ്സ് ഇല്ല, ജസ്റ്റ് മിറേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോപ്പർ ഗ്രാബ് ഇത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു യൂസ്ഫുൾ ആണ് ഓഫ് റോഡിന് പോകുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇല്ലുമിനേറ്റിംഗ് ജിംനിയുടെ ഒരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ് രാത്രി ഇല്ലുമിനേറ്റ് ചെയ്യും. ഓവറോൾ നല്ലൊരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈറ്റ്സിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഓവർ ഡ്രൈവ് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. നമ്മുടെ ഗിയറിൻ്റെ ഈ പൊസിഷനിലാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓവർ ഡ്രൈവ് എന്ന് കാണിക്കും, മീറ്ററിൽ കാണിക്കും. അപ്പോൾ അത് യൂസ്ഫുൾ ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഹൈ RPM, ലോ RPMൽ ഗിയർ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് വണ്ടി ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ലോ RPMസിൽ റൺ ചെയ്യും. അതായത് ഫ്യൂൽ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യും. അതൊരു നല്ലൊരു സംഭവമാണല്ലേ. പിന്നെ ഇതിൻ്റെ ഫുൾ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നല്ല ത്രോ ഉണ്ട്. LED നല്ല ത്രോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഹാലജൻ. സോ ഇതിൻ്റെ റിവേഴ്സ് ക്യാമിന് അത്യാവശ്യം ക്ലാരിറ്റി കുഴപ്പമില്ല. പക്ഷെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടില്ല. അതൊരു ചെറിയ ഡ്രോബാക്ക് ആണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന റെയർ വ്യൂ ക്യാമറ കൊള്ളാം. സോ ഗൈസ്, നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റിൻ്റെ കംഫർട്ടിനെ പറ്റി പറയാം.
സോ കയറി ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു സീറ്റിനെ പറ്റി പറയുന്നത് ഇത് ആക്സസറൈസ്ഡ് ആയിട്ടുള്ള സീറ്റാണ്. അതാണ് നമുക്ക് ഒരു ഡ്യുവൽ ടോൺ വരുന്നത്, ആ ഒരു ബ്രൗൺ ഫിനിഷും ഫുൾ ബ്ലാക്ക് ഫിനിഷും. പിന്നെ കാറ് ടോട്ടലി ആ ഒരു ബ്ലാക്ക് ഫിനിഷായിട്ട് അതൊരു മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലെതർ സീറ്റ് കംഫർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് സ്റ്റോക്ക് വന്നിട്ട് ഒരു ഫാബ്രിക് സീറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. പിന്നെ റെഗുലർ ബിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ടിപ്പിക്കൽ പവർ വിൻഡോ സ്വിച്ചസ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു അപ്പ് ഡൗൺ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്രൗൺ ലെതർ പാച്ച് ആയാലും ആക്സസറിയുടെ ഭാഗമാണ്. ഈ ഒരു സൺബ്ലൈൻഡും ഹുക്കില്ല ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ഹാലജൻ ലൈറ്റ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നമുക്കൊരു 4 സീറ്റർ കോൺഫിഗറേഷനാണ് പക്ക വന്നിരിക്കുന്നത്. അണ്ടർതൈ സപ്പോർട്ടാണ് ഒട്ടും ഇതിൽ കിട്ടാത്തൊരു കാര്യം. ലെഗ് റൂം ആയാലും അത്യാവശ്യം ഉണ്ട്. നിയർ റൂമിൽ അത്ര ടച്ചിങ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു മാഗസിൻ ഹോൾഡർ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ ഒരു കവറിങ് വന്നതുകൊണ്ടാണ് അത് ഹൈഡായി പോകുന്നത്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും ആമ്പിൾ എമൗണ്ട് ഉണ്ട്, അത്യാവശ്യം ഒരു 5'10" എൻ്റെ ഒരു ഹൈറ്റിന് വെച്ചിട്ട് അത്യാവശ്യം ഉണ്ട്. പിന്നെ എനിക്കൊരു അനോയിങ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയത്, അതെല്ലാം മാരുതീസിൽ ഇപ്പോൾ കാണുന്നതാണ്, റിയർ സീറ്റിന് ഒരു ലോഡ് സെൻസർ കൊടുത്തിട്ടില്ല. ആ ലോഡ് സെൻസർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിയർ സീറ്റിൻ്റെ ഒരു സീറ്റ് ബെൽറ്റ് ഹുക്ക് ചെയ്യാത്ത പക്ഷം ബീപ്പ് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. സെൻട്രലിൽ ആംറസ്റ്റ് വന്നിട്ടില്ല. 50-50 സ്പ്ലിറ്റാണ് സീറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഈ ഒരു റിയറിൻ്റെ ഒരു വിശേഷം. സോയാ അപ്പോൾ ഡ്രൈവ് എങ്ങനെയുണ്ട്? എടാ കയറി ഇരിക്കുമ്പോൾ തന്നെ ആ റേസ്ഡ് ആയിട്ടുള്ള ഫീല്, ഒരു ഫുൾ ബ്ലാക്ക് ഡോട്ട് ലേഔട്ടും, ആ ഒരു ചെറിയ കാറാണെന്നുള്ള ഒരു ഫീൽ ഇല്ല, സംതിങ് ബിഗ്, ആ ഒരു സൈസ് തോന്നിക്കണ്ടല്ലേ. എന്നാ വണ്ടി ഇത് പുറത്ത് കാണുമ്പോൾ ചെറുതാണ്. ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് ഗ്ലാസ് ഏരിയ ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ നമുക്ക് പോയിന്റ് ഓഫ് വ്യൂല് തോന്നില്ല, ആ ഒരു സൈസ് തോന്നിക്കുന്നുണ്ട്. ഈവൻ ഇൻ കോർണേഴ്സ് ഒക്കെ എല്ലാവരും മനൂവർ ചെയ്ത് എടുത്ത് പോകാനൊക്കെ നല്ല സുഖമാണ്. അതെ, കോമ്പാക്ട് സൈസ് ആയതുകൊണ്ട്. പിന്നെ കംഫർട്ട് ആയാലും സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ബ്രില്യൻ സസ്പെൻഷൻ. എനിക്ക് ഹുണ്ടായി ഓടിച്ചപ്പോൾ ഒരു ഫീൽ അപ്പ് കിട്ടിയത്. ബ്യൂട്ടിഫുൾ സസ്പെൻഷൻ വന്നുകൊണ്ടിരിക്കണം. എന്താ ബംസ് ഓക്കെയാണ് ഒന്നും അറിയില്ല, നമ്മളറിയില്ല. നല്ല കംഫർട്ടാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിനും ബെസ്റ്റ് ആണ്. ഓഫ് റോഡിന് ഒബ്വിയസ്ലി എന്നുവെച്ചാൽ ഈ ഇളക്കം ഉണ്ടല്ലോ, അതില്ല. അത് നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും അത് സാധാ വണ്ടിയാണ്. താങ്ക്സ് ടു ബോഡി ഓൺ ഫ്രെയിം ഷാസി. അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഷേക്ക് ഇല്ലാണ്ട്. അല്ല നമ്മളിപ്പോ ഇപ്പൊ ഓടിക്കാൻ നമ്മൾ സാധാ വണ്ടിയായിട്ട് തോന്നും, ഓഫ് റോഡിൽ പുലിയാണ്. രണ്ട് ക്യാരക്ടർ ഈ വണ്ടിക്കുണ്ട്. അത് ഈ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്ന സുസുക്കിനെ സമ്മതിക്കണം. ഇത്ര കംഫർട്ട് രീതിയിലാണ് ആ സോഫ്റ്റ്നെസ് എടുത്തിരിക്കുന്നത്. നമ്മുടെ താറിന് കഴിഞ്ഞ റിവ്യൂല് കണ്ടിരുന്നതാണ് ഇങ്ങനെ അത് ഭയങ്കര സ്റ്റിഫ് ആയതുകൊണ്ട്. ആ വ്യത്യാസം ജിംനിക്കുണ്ട്, ആ സോഫ്റ്റ്നെസ് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ബംസ് ഒക്കെ ജമ്പിങ് ആ ഒരു സസ്പെൻഷൻ ആ ഒരു മൂവ്മെന്റ് പക്ഷെ എടുക്കുന്നുണ്ട്. അതെ, ഒരു മൂവ്മെന്റ് നിന്നുള്ളൂ. സസ്പെൻഷൻ നോയ്സ് അങ്ങനെ ഒന്നും കേൾക്കാനില്ല. നോയ്സ് ലെവൽസ് ഒക്കെ അത്യാവശ്യം നല്ല വെൽ കണ്ടെയ്ൻഡ് ആണ്. പിന്നെ എഞ്ചിന്റെ റിഫൈൻമെന്റ് സുസുക്കി ആണല്ലോ, പറയാനില്ല, ഭയങ്കര റിഫൈൻഡ് ആണ്. ജിംനിയിൽ ആകെ ഒരു ഡ്രോബാക്ക് ഒരൊറ്റ സിംഗിൾ എഞ്ചിന് കൊടുത്തിട്ടുള്ളൂ. അതിൽ മാത്രം ഒരു ഡ്രോബാക്ക് ഉള്ളൂ. അതിലാണ് താറ് ജയിക്കുന്നത്. ഡീസൽ ഉണ്ട്, പെട്രോളിൽ തന്നെ രണ്ട് ഓപ്ഷൻ കൊടുത്തു, 2.2. പക്ഷെ ജിംനിയുടെ ഈ എഞ്ചിൻ വെച്ചിട്ട് തന്നെ ഇത്രയും കേപ്പബിലിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ പവർ ടു വെയിറ്റ് റേഷ്യോ ഭയങ്കരമാണ് ജിംനിക്ക്. ഈ ചെറിയ എഞ്ചിൻ വെച്ചിട്ട് എവിടെ വേണമെങ്കിൽ കയറി പോയിക്കോളും. നല്ല ലോ എൻഡ് കൊടുത്തിട്ടുണ്ടല്ലേ വണ്ടിക്ക്. ഇത് പറയുകയാണെങ്കിൽ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് സുസുക്കിയുടെ. ഭയങ്കര നല്ല സ്മൂത്ത് ട്രാൻസിഷൻസ് കൊടുത്തിരിക്കണം അവര്. ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ 4 സ്പീഡേ കൊടുത്തിട്ടുള്ളൂ. ഒരു 5 സ്പീഡ് അല്ലെങ്കിൽ 6 സ്പീഡ് ആവായിരുന്നു നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഇത്രയും വലിയ ലോങ് ഹൈവേസിൽ പോലും ക്ഷീണം ഉണ്ടായിട്ടില്ല. ഈ 4 സ്പീഡ് ആയിട്ടും ലൈക്ക് അധികം ട്രാൻസിഷൻ ഗിയേഴ്സ് ഇല്ലെങ്കിലും വണ്ടിക്ക് അത് മതി എന്നുള്ളൊരു ഫീലാണ്. ആ ഒരു കംപ്ലീറ്റ് ഡ്രൈവ് എൻഗേജിങ് ആയിരിക്കും. ലൈക്ക് 120 ഈസിലി ക്രൂസ് ചെയ്യാന്നാ പറഞ്ഞത്. ലൈക്ക് ഇതിപ്പോ 1.5 ലിറ്റർ നമ്മുടെ സുസുക്കിയുടെ പ്രോപ്പർ എഞ്ചിനാണ്. 103 bhp-യും 135 Nm ടോർക്കും കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ NA എഞ്ചിൻ. ഈ NA എഞ്ചിൻ വെച്ചിട്ട് ഇത് പോണ ഓഫ് റോഡ്സ് ആർ വേറെ ലെവൽ. ഇതിന് കുറച്ച് ഓഫ് റോഡ് ഡ്രോബാക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിട്ടില്ല. അത് ഭയങ്കര യൂസ്ഫുൾ സംഭവമാണ് ഡിഫറൻഷ്യൽ ലോക്ക്. അത് ഇതിന് കൊടുത്തിട്ടില്ല. പിന്നെ സ്മൂത്ത്നെസ് ആണല്ലേ മെയിൻ. ഭയങ്കര സ്മൂത്ത്നെസ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ L മോഡ് ഉണ്ട്. നമ്മള് ക്രോൾ മോഡ് സ്റ്റീപ്പിലൊക്കെ പോവാണെങ്കിൽ ലോ ഗിയേഴ്സിൽ കളിക്കാൻ വേണ്ടി ട്രാൻസ്മിഷനിൽ ഒരു L മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ലോ ഉണ്ട്, 4 ഹൈ ഉണ്ട്, 2 ഹൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റീപ്പ് കണ്ടീഷൻസിലൊക്കെ 4 ലോട്ട് പോവാം. ക്രോൾ മോഡും ഉണ്ട്. പിന്നെ 4 ഹൈയില് നല്ല സ്ലിപ്പറി കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. സ്നോയിലും സ്ലഷിലൊക്കെ യൂസ്ലി ഉപയോഗിക്കാൻ പറ്റും അവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ. ഇതിന് ഹിൽ ഡിസെന്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. സോ ഓഫ് റോഡിൽ പുലിയാണ്.
എനിക്ക് ക്ലസ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജിപ്സിനെ റിമൈൻഡ് ചെയ്തിട്ട് അവരെ റെവല്യൂഷൻ കാണിക്കാനല്ലേ, റെട്രോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്കും അത്യാവശ്യം കുഴപ്പമില്ല അല്ലെ, നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ കംഫർട്ട് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് പറയുകയാണെങ്കിൽ താറുണ്ട്, പിന്നെ ഫോർസിന്റെ ഗുർക്ക. നമ്മളത് സെയിൽസ് ഫിഗേഴ്സ് ആയാലും എല്ലാ ഒരു അക്സെപ്റ്റൻസ് കുറഞ്ഞൊരു മോഡലായി. ഫോർസ് ഗുർക്കേനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇത്തിരി പണിയാണ്. അത് വല്ലാത്ത, അത് പക്ക ഓഫ് റോഡർ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു വണ്ടിയാണ്. അത് ഇപ്പൊ നമ്മൾ താറും ഇതായിട്ട് നോക്കുകയാണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ്. അതിന്റെ കേപ്പബിലിറ്റി വേറെ ലെവലാണ്. ഈവൻ നമ്മള് താറിന്റെ റിവ്യൂല് പറഞ്ഞിരുന്നത് അതൊരു സെക്കൻഡ് കാറായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാറാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോ ഈ ഒരു കോമ്പാക്ട് സൈസും ഒരു സിറ്റി ലിവിങ്ങും ഒരു ഫാമിലി യൂസേജും എല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇത് കേപ്പബിൾ ആണ്. അതാണ്, നമുക്ക് ഫാമിലി യൂസും കൂടി വേണമുണ്ട്. അതിന് ഫാമിലി യൂസ് കംഫർട്ടും ഓഫ് റോഡും വേണമെങ്കിൽ ഈ വണ്ടി എടുക്കണം. ബാക്കി രണ്ട് വണ്ടിയും അത്രയല്ല. ആസ് എ പ്രൈമറി കാർ ഇത് പ്രൈമറി കാർ ആക്കാം. യെസ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. അതാണ് ഇതിന്റെ ഗുണം. രണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഒരൊറ്റ വണ്ടി മേടിച്ചിട്ടാ മതി. അതുകൊണ്ടൊരു ഗുണമുണ്ട്. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 12-13 ഹൈവേയില്, പക്ഷെ സിറ്റിയിൽ 10-11 കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഒരു ഓഫ് റോഡ് വണ്ടിയും കൂടി അല്ലേ, നമ്മൾ അതും കൂടി ആലോചിക്കണം. എന്നാലും ആ ഒരു, പിന്നെ സുസുക്കിയുടെ എഞ്ചിനാണ്, എഫിഷ്യൻസി എങ്ങനെയെങ്കിലും കിട്ടിക്കോളും, പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഈസി ആയിട്ട് മനൂവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈവൻ നമുക്ക് അത്യാവശ്യം ഒരു കിക്ക് ടേൺ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റെസ്പോൺസീവ് ആണ്, ഭയങ്കര സ്മൂത്താ, ഹാർഡ്നെസ് ഇല്ല. അതെ, നമ്മൾ ആ ഒരു ഫുൾ പെഡൽ കൊടുത്ത് ചവിട്ടുമ്പോൾ മാത്രമാണ് ആ ഒരു എഞ്ചിൻ നോട്ട് ചെറുതായിട്ടൊന്ന് കേട്ട് വരുന്നത്. ആ, ഇപ്പോഴാണ് ഒരു ചെറിയൊരു എഞ്ചിൻ നോട്ട്. നന്നായി പുള്ളി സൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നന്നായി പുള്ളി ഉണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. ഈ എഞ്ചിൻ വെച്ചിട്ട് അത് അത്യാവശ്യം ട്രാക്ടബിൾ ആണ്. ആ ഒരു 4 സിലിണ്ടറിന്റെ റിഫൈൻമെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടിയും പുഷും പുള്ളും പിന്നെ മാനുവൽ കൺട്രോൾസ് ആണെങ്കിൽ ഇതിന് മാനുവൽ ഉണ്ട്, 5 സ്പീഡ് മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യം പവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ കൺട്രോൾസ് കിട്ടല്ലേ. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഡെഡ് പെഡൽ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് ആണെങ്കിലും നല്ല കംഫർട്ട് അല്ലേ. ഈ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു കമാൻഡിങ് വ്യൂ ഉണ്ട്. അതെ, മിറേഴ്സ് നല്ല ലാർജ് വ്യൂ തരും. പിന്നെ മെയിൻ്റെനൻസും അത്ര പ്രശ്നമല്ല, ആയതുകൊണ്ട് ലോങ് ടേം റിലയബിലിറ്റി അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. നമ്മള് കാർവാവിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതില് G-Wagon റാംഗ്ലർ ആയിട്ട് ഓഫ് റോഡിന്റെ സ്റ്റീപ്പും അങ്ങനത്തെ ടെസ്റ്റ് ചെയ്തു. ഈ വണ്ടിയാണ് ആദ്യം കയറി. അതാണ് പവർ ടു വെയിറ്റ് റേഷ്യോ ഇതിന്റെ പെർഫെക്റ്റ് ആണ്. ഇത് ഇയേഴ്സ് ആയിട്ട് എഞ്ചിനീയർ ചെയ്ത് ഇറക്കിയതും പിന്നെ ഇതിന്റെ പുറത്ത് വീണ്ടും കുറെ ഡെവലപ്മെന്റ്സ് കൂടുന്നത് ഒരു പെർഫെക്റ്റ് കാറാണ്. പിന്നെ ഒരു മെയിൻ കോൺ പറയുകയാണെങ്കിൽ ഇത് ഇത്രയും ചെറിയ വണ്ടിയായിട്ട് ടേണിംഗ് റേഡിയസ് വളരെ മോശമാണ്. കണ്ടോ, ഒരു നല്ല സ്ഥലം വേണം തിരിക്കണമെങ്കിൽ, അത് ഭയങ്കര ഡ്രോബാക്ക് അല്ലേ. ട്രക്കൊക്കെ തിരിക്കുന്നു അല്ലെ, ഭയങ്കര ഡ്രോബാക്ക്. ടേണിംഗ് റേഡിയസ് വളരെ കുറവ് ഇത്ര ചെറിയ വണ്ടിക്ക്, ഒടി കുറവാണ്. പിന്നെ പ്രോപ്പർ 4 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. ഇത്രയും ഓഫ് റോഡറിൽ നോക്കുകയാണെങ്കിൽ, കോമ്പറ്റീറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇതിനാണ് കംഫർട്ട്. പക്ഷെ തൈ സപ്പോർട്ട് ഇച്ചിരി കുറവാന്ന് പറയും. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതിന്റെ കോൺസിനെ പറ്റി പറയാനുണ്ട്. സോ ഒരു ബേസിക് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൈസ് ഓഫ് സെക്കൻഡ് കാറിലൊക്കെ ഒരു ആംറസ്റ്റ്. പക്ഷെ മാരുതിയുടെ ഒരു തിയറി എന്ന് പറയുമ്പോ ഇതൊരു ഓഫ് റോഡ് കാറാണ്. നമ്മൾ ഫുൾ ടൈം ഒരു ഹാൻഡ്സ് ഓൺ സ്റ്റിയറിംഗ് ആയിരിക്കും ഫുൾ ടൈം. പിന്നെ പാസഞ്ചർ ഇങ്ങനെ പിടിച്ചിരിക്കണം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രോപ്പർ. അതിപ്പോ താറിനായാലും ഇല്ല, ആംറസ്റ്റ് ഇല്ല. അതെടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ആ ലെതർ പാച്ചസ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസിലെല്ലാം. പിന്നെ ഒരു സൺ ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ആക്സസറി ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കത് കമ്പനിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ പറയുന്ന കോൺസ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ഉണ്ട്. ലോങ് ടൈം ലാസ്റ്റിംഗ് ഫാക്ടറാണ്. പിന്നെ എനിക്ക് ഈ റെട്രോ ഭയങ്കര ഇഷ്ടം, നോബ്സ് കൊടുത്തിരിക്കുന്നത് നല്ല ഈസി ആട്ടോ. സുസുക്കിയുടെ എല്ലാ വണ്ടിയും ഭയങ്കര പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ എടുത്താലും ഇത് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലും വരുന്ന സെയിം ഡിസ്പ്ലേ ആണ്. പ്രൈസിങ് ഇനീഷ്യലി ഭയങ്കര കൂടുതലായിരുന്നു അല്ലേ. ഇനീഷ്യലി കൈവിട്ട പ്രൈസ്. അതേപോലെ പെട്ടെന്ന് ഓർമ്മ വന്ന എക്സ്ക്രോസ് 1.6ന്റെ പ്രൈസിങ് കൂടി പോയ പോലെ ആയിരുന്നു. ഇതിന് 18 lakhs ആണ് ഇപ്പൊ ഓണർ എടുത്തത്. ആൽഫ ടോപ്പ് എൻഡ് സ്പെക് ആണ് ആൽഫ. ഇത് ആൽഫയാണ്. ഇതിന് 18 lakhs ആയിരുന്നു 23 കൊടുത്തിരുന്നത്, 2023. എനിക്ക് ആ ഒരു പ്രൈസ് ഹൈക്ക് പോയതിനെ പറ്റി ഒരു കമന്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻസ് ഏതൊരു കാർ അത്രയും മച്ചാ വെയിറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ
കാർ മാനുഫാക്ചറേഴ്സ് ആ ഒരു ഡിമാൻഡ് മുൻനിർത്തിയിട്ട് പ്രൈസിങ് കൂട്ടും. അപ്പൊ അത് പിന്നീടായിരിക്കും അവർക്ക് മനസ്സിലാവാ ലൈക്ക് പ്രൈസ് കൂട്ടിയതൊരു ബാഡ് ഡിസിഷൻ ആയി പോയി. പക്ഷെ ആ സുസുക്കി മാത്രം ആ മൂവ് എടുക്കുള്ളൂ. അവര് ആ കാര്യത്തിൽ ഭയങ്കര അവര് പ്രൈസ് കൂടുതൽ പറഞ്ഞാൽ നെക്സ്റ്റ് മൂവ് എന്താ അവര് കുറയ്ക്കും. ഇപ്പൊ ഇത് 14 lakhs ആയി, 14 lakhs ഇൻസ്റ്റന്റ്ലി. പക്ഷെ എസ്ക്രോസ് പണ്ട് അവർ കുറച്ചപ്പോ 1.5 ലക്ഷം ഡിസ്കൗണ്ടും അങ്ങനെ പാക്കേജസ് കൊടുത്തിരുന്നു. അതിപ്പോ ഇനി കൊടുക്കുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ജിംനി ഇത്രയും വിലക്ക് എടുത്തവർക്ക് എന്തെങ്കിലും അവർ ചെയ്യണം അല്ലേ? ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സുസുക്കി ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലെ, ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഈ ജിംനിയുടെ ഓണറിനെ പരിചയപ്പെടാം. ജോർജ് ഈസ് എൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പഴയ ഫ്ലാറ്റിലുണ്ടായിരുന്ന നെയ്ബർ ആണ്. ജോർജ്, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. So, hello everyone. My name is George. I work as a business analyst for an IT company based in Gurgaon, Pakshe, and I've owned this Jimny for around 1 year now, and it's been very fun to drive. So, George, fun ആണല്ലോ. Yeah. Why Jimny? Why Jimny? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ബിക്കോസ് ജിംനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു പ്രൂവൺ ഓഫ് റോഡർ ആണ്. ആൻഡ് ആ ഒരു ഓഫ് റോഡിങ് എസൻസ് എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ആക്ച്വലി ഇതിന് മുമ്പിൽ ഒരു 4-wheel drive വണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് അതെനിക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് ഐ എം ആക്ച്വലി സാറ്റിസ്ഫൈങ് ദാറ്റ് ഡ്രീം ഓൾസോ. ഓക്കെ, സോ ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് മേടിക്കാൻ പോയതിന്റെയും ലൈക്ക് സുസുക്കിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ? സോ ഞങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്തത് when it got released in the Auto Expo second day it got revealed in the Auto Expo in Delhi in January. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഇത് ബുക്ക് ചെയ്തു, ഒരു ടോക്കൺ എമൗണ്ട് എടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തു. ആൻഡ് ജൂലൈ ആയപ്പം the showroom they started getting the test drive vehicles. July ഓഗസ്റ്റ് ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടി, ഓഗസ്റ്റ് 2nd വീക്കിൽ. ആൻഡ് ദി എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ് ആക്ച്വലി. ബിക്കോസ് നെക്സ്റ്റ് ഡേ മറ്റേ അടുത്തുള്ള EMCയുടെ അപ്പുറത്തുള്ള EMCയുടെ ഓപ്പോസിറ്റുള്ള ഡീലർഷിപ്പിലാണ് ഞങ്ങൾ പോയത്. ആൻഡ് ദേ വെർ വെരി ഗുഡ് ആക്ച്വലി. ദേ വെർ നല്ലൊരു സെയിൽസ് ബിഹേവിയർ, നല്ല കസ്റ്റമർ ഇന്ററാക്ഷൻ. ആൻഡ് ദേ വർ ഗിവിംഗ് us very കുറേ അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു വണ്ടിനെ കുറിച്ച്. വണ്ടി ഇവിടെ എത്തി, വണ്ടി ഇന്ന് വരും, വണ്ടി എപ്പോൾ വരും. ആൻഡ് ദേ വർ വെരി പ്രോംപ്റ്റ് ഓൺ ദാറ്റ്. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് വെരി നൈസ് ഓഫ് ദം. ലൈക്ക് ഓഫ് റോഡർ എടുത്തപ്പോ ലൈക്ക് താർ ഉണ്ടായിരുന്നു, അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ആക്ച്വലി വി ഓൺലി ഹാഡ് വൺ കാർ ഇൻ our mind, and that was the Jimny. അത് പർപ്പസ് മീറ്റ് ചെയ്തല്ലോ? അത് പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലൈക്ക് സർവീസ് കോസ്റ്റ് എത്ര വന്നു? സർവീസ് കോസ്റ്റ് ഇപ്പൊ ഈ വണ്ടിക്ക് 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് കഴിഞ്ഞു, 1 year ആയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ സർവീസ് കോസ്റ്റ് ഇസ് ആക്ച്വലി റിലേറ്റീവ്ലി അഫോർഡബിൾ ആണ്. ഒരു മാക്സിമം എനിക്ക് ഓർമ്മയുള്ള എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ടല്ല പറയുന്നത്, ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ട് 2500 or 3 അത്ര മാക്സ് വന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് ആക്ച്വലി. എങ്ങനെയുണ്ട് സർവീസ് എക്സ്പീരിയൻസ്? ലൈക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. ബിക്കോസ് ഞാൻ ഇതിനകത്തിരിക്കുന്ന ബ്ലൈൻഡ്സ് ഒക്കെ ഞാൻ ആക്ച്വലി പിന്നെ വാങ്ങിച്ചതാണ്. അന്ന് പണ്ട് ഓർഡർ കൊടുത്തിട്ടും അതൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയത്, ബിക്കോസ് അവരുടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. സോ ഈ സാധനം കിട്ടിയപ്പം ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ബിക്കോസ് അവരപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ആൻഡ് ദേ വർ ഏബിൾ ടു അപ്പം തന്നെ അവർ ഇട്ട് തന്നു. അതുപോലെ നമ്മുടെ മാമംഗലത്തെ സർവീസ് സെൻ്ററും ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവരുടെ ഇത്രയും വരെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഇനി ജോർജ്, ഇതിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ? സോ പോസിറ്റീവ്സ് ഇതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. നമ്മളിപ്പം ഈ നമ്മുടെ കൊച്ചി റോഡില്ലാത്ത ഈ റോഡിൽ പോകുമ്പോൾ കുഴിയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് അറിയത്തില്ല ഈ വണ്ടിക്ക് നമ്മൾ പോകുമ്പോൾ. സസ്പെൻഷൻ ആക്ച്വലി ഭയങ്കര സൂപ്പറാണ്. സ്റ്റോക്ക് സസ്പെൻഷൻ. ദിസ് കാർ ഇസ് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് റൈറ്റ് നൗ. ആൻഡ് അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ മോഡിഫൈ ചെയ്യുമ്പം പീപ്പിൾ ആർ സെയിങ് ദാറ്റ് അവർ കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടുന്നുണ്ട് പെർഫോമൻസ്. അത് എനിക്ക് സ്റ്റോക്കിലും എനിക്കത് അങ്ങനെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് പീപ്പിൾസ് ഓൺ പ്രിഫറൻസസ്. എൻജിൻ ഈസ് ആക്ച്വലി വെരി റെസ്പോൺസീവ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു ബാംഗ്ലൂരിൽ പോയിരുന്നു ട്രിപ്പിന്. ആൻഡ് എല്ലാവരും പറയുന്നത് ഇതിനൊരു ഒരു ലാഗ് ഉണ്ടെന്ന്, അത്ര പെട്ടെന്ന് പിക്കപ്പ് ആകത്തില്ല. ഞാൻ ഇച്ചിരി ഓവർടേക്ക് ചെയ്യാൻ കുറച്ചുകൂടെ പാടായി വണ്ടിക്കകത്ത്. പക്ഷെ എനിക്ക് ആ ലോങ് ട്രിപ്പിൽ അത് തോന്നിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് അൺറെസ്പോൺസീവ്നെസ് ഓർ ദാറ്റ് ലാഗ്. പണ്ട് തോന്നിയായിരുന്നു, പക്ഷെ ആ ലോങ് ട്രിപ്പിന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, വലിയ ലോങ് ട്രിപ്പ് പോയപ്പോൾ. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്? ഒത്തിരി ഉണ്ട് അല്ലേ. ഒന്ന്, വൺ തിങ് ഐ ഹാവ് ടു സേ ഈസ് വണ്ടി ചെറുതാണെങ്കിലും it has a very big turning radius. I think നിങ്ങൾ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ you saw that, right? And നമ്മൾ ഈ സിറ്റിക്കകത്ത് പോകുമ്പോൾ it is not very easy to turn this car, and it takes a lot of space to turn. And അത് ഇച്ചിരി എഫേർട്ട് എടുക്കുന്ന സാധനമാണ്.
സോ ഇറ്റ്സ് നോട്ട് എ സിറ്റി കാർ സച്ച്. സിറ്റി കാർ കൺസിഡർ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല, ബിക്കോസ് നമ്മുടെ കൊച്ചിയിലെ സിറ്റിക്കകത്ത് കുഞ്ഞ് റോഡ്സാണ്, ടേൺ ചെയ്യാൻ ഇച്ചിരി പാടാണ്, ഭയങ്കര പാടാണ് അവിടെ ടേൺ ചെയ്യാൻ. സെക്കൻഡ് ഒരു കോൺ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈസ് ആക്ച്വലി ദ ലാക്ക് ഓഫ് സ്റ്റോറേജ് സ്പേസസ് ഇൻസൈഡ് ദ കാർ. വണ്ടിക്കകത്ത് സ്റ്റോറേജ് സ്പേസ് ഒട്ടുമില്ല. ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വേറെ വണ്ടിയാണ് സെൽറ്റോസ്, അതിനകത്ത് ആക്ച്വലി ഒത്തിരി സ്റ്റോറേജ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. ആൻഡ് യു ക്യാൻ സ്റ്റോർ യുവർ ബോട്ടിൽസ്, യു ക്യാൻ സ്റ്റോർ ഫോൺ, മറ്റേ എല്ലാം വെക്കാൻ സാധനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ഇതിനകത്തൊന്നുമില്ല. ഒരു ആൾക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ ഒരു സാധനം വെക്കണമെങ്കിൽ ഇച്ചിരി ഒരു ഇതാണ്, ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ ഹെഡേക്ക്, ഇറ്റ്സ് ബിറ്റ് ഓഫ് എ ടാസ്ക്. അപ്പോൾ അതിന് കുറേ ആഫ്റ്റർ മാർക്കറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ലൈക്ക് ദർ ആർ പീപ്പിൾ ഹൂ പർച്ചേസ് തിങ്സ് ടു കീപ്പ് അണ്ടർ ദ ഗിയർ, സെൻട്രൽ കോൺസോളിനവിടെ, ഗിയറിനവിടെ, ബോട്ടിൽ ഹോൾഡറിനവിടെ ഓരോ ആംബ്രസ്റ്റും സ്റ്റോറേജ് കൂട്ടാനുള്ള വഴികളുണ്ട്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് സ്റ്റോക്ക്, ഇറ്റ് ഈസ് ഓൾ എ പാർട്ട് ഓഫ് യുവർ ആഫ്റ്റർ മാർക്കറ്റ് ആക്സറീസ്. പിന്നെ സെക്കൻഡ് ഒരു കോൺ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈസ് ലാക്ക് ഓഫ് 360-degree ക്യാമറ. ഇപ്പം വലിയൊരു വഴി കൂടെ നമ്മൾ പോകുമ്പം ഈവൻ ഇൻ ദ സിറ്റി, ഓഫ് റോഡ് എനിക്ക് അറിയത്തില്ല, ബട്ട് സിറ്റിക്കകത്ത് നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പം ചില സമയത്ത് യു കാൻറ്റ് റിയലി സീ വാട്ട്സ് ഇൻ ദ ഫ്രണ്ട്, എസ്പെഷ്യലി ഓൺ ദാറ്റ് സൈഡ്, ബിക്കോസ് ഈ വെഹിക്കിളിൻ്റെ ഹൈറ്റ് ഇത്ര മേലായതുകൊണ്ട് നമുക്കങ്ങനെ താഴോട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് കാണാൻ പറ്റത്തില്ല. അപ്പം അത് ഇച്ചിരി റിസ്ക് ആണ്, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഗട്ടറിനുള്ളിലൊക്കെ പോകുമ്പം അവിടെ ഗട്ടർ തുറന്നിരിക്കുകയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം എനിക്ക് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എസറ്റ് ഐ ഹാവ് നോട്ട് ആക്ച്വലി ഫെൽറ്റ് എനിത്തിങ്. മൈലേജ് ഒരു കോണായിട്ട് തോന്നിയിട്ടുണ്ടോ? മൈലേജ് ആക്ച്വലി ഐ ഹാവ് നെവർ ആക്ച്വലി ലുക്ക്ഡ് അറ്റ് മൈലേജ് എസ് എ കോൺ, ബിക്കോസ് നോയിങ് ഇതൊരു 4x4 ആണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത മൈലേജ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. പക്ഷേ ഒരു പേഴ്സൺ ഹൂ കംസ് ഫ്രം എ ലെറ്റ്സ് സേ ഹാച്ച് ബാക്ക് or who's considering this as their first car, അവർക്ക് ആ മൈലേജിന്റെ ഇഷ്യൂ പെട്ടെന്ന് അറിയും. ബിക്കോസ് ജോർജിന് എത്ര കിട്ടുന്നുണ്ടാവും? എനിക്കിപ്പോൾ ഒരു സിറ്റിക്കകത്ത് 9-10 ഇടയ്ക്ക്, ആൻഡ് ഇഫ് യു ഗോ ഓൺ ദ ഹൈവേ 11-12, 13 depending on what speed you drive. So George, what all can be improved in this car? Improve, and I would say the first thing would be to improve the storage space in the car. That is one. Second thing is to improve the back seat under thigh support. Back seat and under thigh support to actually. Third thing I would say to improve is ഒരു auto IRBM അകത്ത്. That would have been a good addition. Fourth would actually be ഒരു കുറച്ചുകൂടെ better parking camera, and to know how the car is going to എവിടെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഒരു കുറച്ചുകൂടി നല്ല ബെറ്റർ പാർക്കിംഗ് ക്യാമറ ആണെങ്കിൽ all of these would be better features that will better this car a lot. ലൈറ്റ്സിന് വല്ല ഇഷ്യൂ ഉണ്ടോ? ലൈറ്റ്സ്, ഹെഡ്ലൈറ്റ്സ് ലൈക്ക് ഫുൾ LED ആണല്ലോ. ഹെഡ്ലൈറ്റ്സ് LED ആണ്. ഫോഗ് ലാംപ്സ് ഐ ഹാവ് സീൻ an issue. ഫോഗ് ലാംപ്സ് LED നല്ല ത്രോ ഉണ്ടല്ലേ? ഹെഡ്ലൈറ്റ്സ് നല്ല ത്രോ ഉണ്ട്, പക്ഷെ ഫോഗ് ലാംപ്സ് could have been actually LED. That is one change. പിന്നെ ഒരു ചേഞ്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ had they given all-terrain tires instead of HT tires, highway tires, it would have helped a lot more people in the starting itself, because ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് they upgrade the car tires almost immediately after getting the car. True. വണ്ടി ടെമ്പററി രജിസ്ട്രേഷൻ ആകുമ്പോൾ തന്നെ they just change the tires, and that is a thing that they could have avoided. Maruti could have avoided by giving all-terrain tires stock on the car. So overall George എത്ര റേറ്റ് ചെയ്യും out of 10? 10 because this car is absolutely beautiful to drive, and എനിക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ if this is by far the best car I've driven. Okay George, thank you. So അത്രയ്ക്ക് തന്നെ ഉള്ളല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക അല്ലേ? ഇനി എല്ലാ വീഡിയോസ് വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.